നമുക്കെന്തെങ്കിലും ചോദിക്കാനും വയ്യ, നീനെ കോക്കാനും വരുന്നതിന് ഞാൻ എന്നെ കഴിക്കാമെന്ന് ചോദിക്കും. എടാ ഞാൻ കാശ് കൊടുത്തിട്ടല്ലേ കയറി, ഇനി ഞാൻ ഡ്രൈവർക്ക് താങ്ക് യു പറയണോ? സംശയമുണ്ട്, നമ്മളൊരു തന്ത്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന സംശയമുണ്ട്. HR മെയിൽ അയക്കുന്നു, ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ പോകുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയും പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ കാനഡയിൽ ഇപ്പം നമ്മൾ സിവിക് ഹോളിഡേ അങ്ങോട്ട് ആഘോഷിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര മലയാളികളെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിലും പെർഫെക്റ്റാണ്, എന്നാൽ സിവിക് സെൻസ് ഇല്ല എന്ന്. ഇപ്പോൾ റീസെൻ്റായിട്ട് കാനഡയിലും അയർലൻഡിലും ഒക്കെ നടക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ഈ ഇമിഗ്രൻസിനെതിരെ നടക്കുന്ന അക്രമമൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ പലരും പറയുന്നത് നമുക്ക് സിവിക് സെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള അഭിപ്രായം പല ഭാഗത്തുനിന്നും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്, ശരിയാണോ? അതോ ഒരു പരിധി ശരിയായിരിക്കാം, പക്ഷേ ഇതിനകത്ത് വേറൊരു ഇതുള്ള ബ്രൗൺ സ്കിന്നുള്ള എല്ലാവരെയും ഇന്ത്യൻസ് കൂടി പറയുന്നുണ്ട്. അത് എല്ലാവരും ഇന്ത്യൻസ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അതെ, നമ്മൾ സബ് കോണ്ടിനുള്ള ഏത് രാജ്യത്തുള്ള ആൾക്കാരും ആയിരിക്കാം. അതെ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ത്യക്കാരും ചെയ്യുന്നുണ്ട്, നമുക്കും അതിനകത്ത് പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷേ വൈഡ്ലി ഇന്ത്യൻസ് എന്ന ക്ലാസ്, ഈവൻ കരീബിയൻസിനെ വരെ ഇന്ത്യൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ രാജ്യമുണ്ട്, അതിൻ്റെ അകത്തുള്ള എല്ലാവരും കാണിക്കുന്നത് എല്ലാം നമ്മുടെ തലയെ തന്നെയായിട്ട് വന്ന് വീഴുകയാണ്. ഇതിനകത്ത് ഈ കാര്യം പറഞ്ഞ നമ്മൾ മലയാളി കാറ്റഗറി ആണെങ്കിൽ പോലും മലയാളികൾക്ക് ആവശ്യത്തിലധികം എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ സിവിക് സെൻസ് ഉണ്ടോ എന്നുള്ളത് ഇതേ സന്തോഷ് കുളങ്ങര തന്നെ മറ്റൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ സിവിക് സെൻസിൽ നമ്മൾ പലയിടത്തും കുറവാണെന്നാണ് പുള്ളി പറയപ്പെടുന്നത്. വിദ്യാഭ്യാസവും സിവിക് സെൻസും രണ്ട് കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മളെ സിവിക് സെൻസ് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് നമുക്ക് ഈ സംഭവം പിടികിട്ടി കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ സ്വയം റിഗ്രറ്റ് ചെയ്ത് തുടങ്ങും, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ട. ഈവൻ ഒരു മുട്ടായി കഴിച്ചിട്ട് എറിയുന്നത് നാട്ടിലൊരു പ്രശ്നമേ അല്ലായിരുന്നു, പക്ഷേ ഇവിടെ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലാവും അത് ശരിയല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാകും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ട് ഇവർ സ്കൂളിൽ തന്നെ അവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമാണ് ബേസിക് സിവിക് സെൻസ് എന്ന് പറയുന്നത്. ഇപ്പം ബേസിക് ആയിട്ടുള്ള ഇപ്പം ടോയ്ലറ്റിൽ പോയാൽ അവരെങ്ങനെ ആണ് ചെയ്യേണ്ടത്, പേഴ്സണൽ ഹൈജീൻ എങ്ങനെയാണ്, അതെല്ലാം അവർ പഠിപ്പിച്ച് കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷനോടെയാണ് ഇവിടുത്തെ ആളുകൾ ശരിക്കും വളർന്നു വരുന്നത്. ഇതേ സംഭവം നമുക്ക് നാട്ടിൽ ശരിക്കും ബേസിക്കലി നമുക്ക് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നമുക്ക് ഇനി അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഏത് രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും ആ രാജ്യത്ത് കൃത്യമായിട്ടുള്ള അവിടുത്തെ ആളുകൾ ജീവിക്കുന്ന രീതിയുണ്ട്, അവർ ഫോളോ ചെയ്ത് പോരുന്ന ഒരു സ്റ്റൈലുണ്ട്, അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആകുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ട്രെൻഡ് ആകുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ആളുകൾ വന്ന് ഈ പൊതു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ചോദിക്കും, ഇന്ത്യൻസിനെ ഡിയോഡ്രൻറ്റ് നിർബന്ധമാക്കണമെന്ന് ലോ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ചിലവർ നിഷ്കളങ്കമായിട്ട് അത് വേണം, അല്ലെങ്കിൽ അത് എല്ലാവർക്കും വേണമെന്ന് പറയും. ചിലവർ കയറി ഉടക്കും, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്, ഇങ്ങനെ പറയുന്നതെന്ന്. ബേസിക്കലി ഇവർ ടാർഗറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾക്ക് ഇതെന്തോ വലിയ കുളിക്കില്ല, അല്ലെങ്കിൽ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ ഭക്ഷണം. ഇത് നമ്മുടെ ഈ ഭക്ഷണം, മണം വരുന്ന ഭക്ഷണം ഈ അവൻ്റെ അകത്ത് വെച്ചു, അപ്പോൾ അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പോകുന്നവന് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഇതെല്ലാം ശക്തമായിട്ട് തന്നെയുണ്ട്. അതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ഈ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്നുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും ഇത്രയും പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ വർക്ക് പ്ലേസിൽ ഇതുപോലെ ഒരു കഫറ്റീരിയയിൽ കുറച്ച് പ്ലഗ് പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പ്ലഗ് പോയിൻറ്റിൻ്റെ അടുത്ത് പോയിരുന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഒരു പുള്ളിക്കാരി അവിടെ വന്നു, മറ്റൊരു സംസ്ഥാനത്തുള്ള പുള്ളിക്കാരിയാണ്, വെജിറ്റേറിയനാണ്. പുള്ളിക്കാരി ആ പ്ലഗ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്തെ കസാര അവിടത്തേക്ക് വലിച്ചങ്ങോട്ട് ഇടാൻ തുടങ്ങിയ പുള്ളിക്കാരി പറഞ്ഞു പറ്റില്ല. എന്നാ പറ്റില്ലാത്തത്? അത് നിങ്ങൾ ചിക്കൻ കഴിക്കും, എനിക്ക് അതിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ ഓക്കാനിക്കാൻ വരുമെന്ന്. നമുക്കെന്തെങ്കിലും ചോദിക്കാനും വയ്യ, നീനെ കോക്കാനും വരുന്നതിന് ഞാൻ എന്നെ കഴിക്കാമെന്ന് ചോദിക്കാനും വയ്യ. പക്ഷേ പിന്നെ ആലോചിക്കുമ്പോൾ ഇവർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഈ അവനൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെ മണം ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ മാത്രമല്ല, ഫിലിപ്പീനോസൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, നല്ല മണമാണ്, നമ്മുടെ ഒരു 10 ഇരട്ടി മണമാണ് അവരുടെ ഫുഡുകളുടെ. പക്ഷേ അവരടിക്കുന്ന ഗോളും നമ്മുടെ അക്കൗണ്ടിലാണ് വന്ന് വീഴുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നതും ഒരു പരിധി വരെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു. നമ്മളെ ടാർഗറ്റ് ചെയ്ത് ആദ്യത്തെ കാഴ്ച തന്നെ
നമ്മളെ നോക്കി ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് തന്നെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജിമ്മിൽ പോയിട്ട് നേരിട്ട് ഓഫീസിലേക്ക് വരിക, ആ ഒരു ബുദ്ധിമുട്ട് അവിടെയുള്ളവർക്ക് ഉണ്ടാക്കുക. പിന്നെ കമ്പനി HR മെയിൽ അയക്കുന്നു, ഇങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ പോകുന്നുണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻസ് ആണ് ശരിക്കും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് സിവിക് സെൻസിൽ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഏത് രീതിയിലുള്ള പ്രവൃത്തിയാണ്, അതാണ് എൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന മറ്റൊരാൾക്ക് ഉപദ്രവം ആകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതാണ് നമ്മുടെ അതെ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഡോർ തുറന്ന് അകത്ത് കയറുന്നു, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന ഒരാളെ നമുക്ക് ഡോർ തുറന്ന ഒരാളെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ വരാൻ വേണ്ടി. നമ്മൾ നോക്കുമ്പോൾ ഇവൻ എന്ത് പറ്റി, അതായിരിക്കും നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മുടെ ഫീലിംഗ്. എന്നാൽ പിന്നീട് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഓക്കെ ഇത് ഇങ്ങനെയാണ് ഇവരിത് കാണുന്നത്, ഇവരിങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്, നമ്മളും ഇങ്ങനെ ചെയ്യണം, നമ്മളിന്ന് ഒരു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവുമ്പോഴാണ്, നമ്മളത് ഫോളോ ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടി ശരിക്കും നമുക്ക് മനസ്സിലാകും. ആവശ്യത്തിലധികം സോറിയും താങ്ക് യു. ചില സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ ജോലിയിൽ എന്നെ ഒരു വളരെ ചെറിയൊരു കാര്യം ഏൽപ്പിച്ചു. സിമ്പിളസ്റ്റ് ഓഫ് ദ സിമ്പിളസ്റ്റ് ഓർ വാട്ട് എവർ ഇറ്റ് ബി, കറക്റ്റ് വരുന്നില്ല. എന്താണെങ്കിലും ആ സിമ്പിൾ കാര്യം ഞാൻ തെറ്റിച്ചു. അതായത് എന്തോ ഒരു ടാഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. 10 എണ്ണം എങ്ങാണ്ടുണ്ട്. ഈ 10 എണ്ണം ഞാൻ തെറ്റിച്ച്. എന്നിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ സീനിയറോട് പറയുമ്പോൾ അപ്പോൾ പുള്ളി എന്താ പറയുക, എടാ നിന്നെ ഇതല്ലേ ഏൽപ്പിച്ചുള്ളൂ എന്ന് പറഞ്ഞ് വയലൻ്റായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു ഒരു 10 ടാഗ് കൂടെ തന്നിട്ട് ഇതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിക്കും ഇവൻ എന്താ തെറി പറയാത്തതെന്ന്. അതുവരെ ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞ് ഇവൻ രണ്ടാമത് ഇതെന്നെ ഏൽപ്പിച്ചിട്ട് ഇവൻ പറയുക താങ്ക് യു എന്ന്. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എടാ രണ്ട് തെറി പറയാം, എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ വല്ലതും ആയിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ വലിച്ചിങ്ങനെ കീറി 2 വശത്ത് വെച്ചാൽ ഇത് ചെയ്യാത്തപ്പോഴാണ്. പക്ഷേ അതും ഒരു മര്യാദയുടെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരു പ്രശ്നമുണ്ട് അതിന് ബഹളം ഉണ്ടാക്കണമെന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിൽ നമ്മൾ കയറി നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ആൾക്കാരൊക്കെ ഡ്രൈവറോട് താങ്ക് യു. ഞാനിവിടെ വന്നിട്ട് ആദ്യം ബസ്സിൽ കയറിയപ്പോൾ ആൾക്കാരൊക്കെ ഇതെന്തത് എന്ത് ഏർപ്പാട് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇവരിങ്ങനെയാണത് ചെയ്യുന്നത്. ഈ സിവിക് സെൻസിന്റെ ഭാഗമാണ് ശരിക്കും. ഈ ഞാൻ ബസ്സിൽ ആദ്യം കയറുന്ന സമയത്ത് ഈ താങ്ക് യു പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. എടാ ഞാൻ കാശ് കൊടുത്തിട്ടല്ലേ കയറുന്നത്, ഇനി ഞാൻ ഡ്രൈവർക്ക് താങ്ക് യു പറയണോ, ഇവന് ശമ്പളം കിട്ടുന്നതല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു. വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ നമ്മൾ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ആകുന്നുണ്ടോ എന്ന് നമുക്ക് ശരിക്കും അറിയുന്നില്ല. കാര്യം നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ ആദ്യം പോകുന്നവനാണ് മിടുക്കൻ, ഇടിച്ച് ഫ്രണ്ടിൽ കയറുന്നവനാണ് മിടുക്കൻ. ഇവിടെ അതില്ല. ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഹൈവേ കയറി എല്ലാം തെറ്റിച്ച് പോവുകയാണെങ്കിലും ഇടിച്ച് ഒരു ലൈനിലേക്ക് കയറാൻ നേരം ഇവന്മാർ പാവങ്ങൾ വണ്ടി നിർത്തി കയറിപ്പോൾ എല്ലാം പാവങ്ങളല്ല. എന്നിരുന്നാലും ആ ഒരു ഇതുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ പ്രതീക്ഷിക്കണ്ട. ഈ പുറത്തെങ്ങാനും ഇറങ്ങിയിട്ട് തിരിച്ചകത്ത് കയറാനാണെങ്കിൽ അവിടെ കിടക്കും, ആ ദിവസം മുഴുവൻ അവിടെ കിടക്കും. യൂട്ടേൺ എടുക്കുന്ന കാര്യം പറയുന്ന പോലെ യൂട്ടേൺ എടുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് എന്നുള്ള ട്രാഫിക് ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് ചെയ്യും, നമുക്ക് നേരെ യൂട്ടേൺ എടുത്ത് പോരാം. നാട്ടിലെ അവസ്ഥ ആലോചിക്കും, നമ്മൾ യൂട്ടേൺ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഓപ്പോസിറ്റിലെ വണ്ടിക്കാർ നോക്കുമ്പോൾ ഞാൻ ഈ പോക്ക ഇത് കഴിഞ്ഞ് എന്ന് യൂട്ടേൺ എടുത്ത് കയറി വരാൻ ഒരു പിടിയില്ല. ഈ ആളുകളുടെ ഫേസ് അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കയറാൻ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് നിന്നെ ഞാൻ വിടാടാ ആ ഒരു ഇതിലാണ് നമ്മൾ പോവുകയും വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രെയിൻസിൽ അല്ലെങ്കിൽ സബ്വേസിലൊക്കെ പല ആൾക്കാർ പോയി നിൽക്കുന്നു. സബ്വേ സ്റ്റേഷനിൽ ഇപ്പോൾ ഡാൻസ് കളി പരിപാടി അതൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ല, അതൊക്കെ ശരിക്കും ഫോളോവേഴ്സിന് കിട്ടാൻ വേണ്ടി ഈ അടുത്തും ഉണ്ടായിരുന്നല്ലോ. സബ്വേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടി മൊബൈൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആൾക്കാർ നടന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അത് ന്യൂസ് ആർട്ടിക്കിളായിട്ട് വരികയും ചെയ്തിരുന്നു. അത് റീൽസിന് എണ്ണം കൂടാതെ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സിന് കിട്ടാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ നമ്മളെല്ലാവരും വന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനാണ്, നമ്മൾ വന്നത് ഡെവലപ്ഡ് കൺട്രിയിലാണ്. ഡെവലപ്ഡ് ആയിട്ട് കുറേ നാളുകൾ ആ ഒരു രീതിയിൽ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. നമ്മൾ വേറെ രീതിയിൽ ജീവിച്ചു വരുന്നതാണ്. അപ്പം നമ്മളതിനകത്ത് മിങ്കിളായി വരാൻ സമയമെടുക്കും. പക്ഷെ പെട്ടെന്ന് കാരണം നമ്മൾ ഈ ജീവിത രീതി ആഗ്രഹിച്ച് ഇവിടെ വന്നവരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ഇതിനകത്ത് ഉള്ളൂ. അല്ല നമ്മൾ നാട്ടിൽ നിന്ന് വന്നതുപോലെ തന്നെ ഇവിടെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ തന്നെ പോയി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ കൊണ്ട് കുറേ പേരെ കൊണ്ട് പറ്റുന്നില്ല. ആ കാരണം കൊണ്ട് നമ്മളെല്ലാവരും ഇതിനകത്ത് പെടുന്നു. അതെ. ഇപ്പോൾ ഒരു അസംബ്ലിക്ക് എല്ലാവരും ലൈനിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു കുട്ടി തെറ്റിയാലും പറയും ആ ലൈനാണ്, എന്നാൽ ആ ലൈനിലുള്ള എല്ലാവരും ആ ലൈനാണ് തെറ്റുന്നല്ലേ പറയുള്ളൂ. ആ കുട്ടി എന്ന് പറയില്ല, ആ ലൈനിലുള്ള എല്ലാവരും തെറ്റാണ്.
അതേപോലെയാണ് പറയുന്നത് അത് ഇന്ത്യനാണ്, ഇന്ത്യൻസ് എല്ലാം ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ആ ബംഗാളി അങ്ങനെ ചെയ്തു, നമ്മളങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ അത് ആ ബംഗാളി എന്നുള്ള വാക്ക് ഒരു പൊതു ഇതായിട്ട് പറഞ്ഞതാണ്. ഇപ്പം അങ്ങനെ പറയും അതിഥിത്തൊഴിലാളികൾ. അതെ, ഇപ്പോൾ ഈ ഇതിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ആക്ച്വലി ഈ നമ്മുടെ സബ്വേയിൽ കയറി പുള്ളിക്കാരി ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞത് നമുക്ക് പ്രശ്നമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ബോംബെ സെൻട്രലിലൊക്കെ ഒരു കോണ്ടൻ്റാണ് ആക്ച്വലി. അതിനകത്ത് കയറി വടാപ്പാവ് വിൽക്കുക, അതിനകത്ത് ഡാൻസ് കളിക്കുക, അതൊക്കെ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലവരൊക്കെ കാണാം നല്ല രസം, ചില കോമാളി കളി എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഇവിടെയുള്ളവർക്ക് അത് അങ്ങനെയല്ല. നമ്മൾ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ സംശയമുണ്ട്, നമ്മളൊരു തന്ത വൈബിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ തന്ത വൈബിലേക്കൊന്നുമല്ല പോകുന്നത്. ആക്ച്വലി ഇപ്പോൾ വയസ്സ് 10 ആണേലും 50 ആണേലും പറയുന്ന കാര്യം കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ അപ്പോഴത്തെ ആ സെൻസിബിലിറ്റി വെച്ച് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങൾ, ഇപ്പോൾ വേറൊരാൾക്ക് സബ്വേയിൽ കയറി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുന്നു, അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ നോക്കണമെന്ന് പറയുന്നു, ഇതെല്ലാം വേണ്ടതാണെന്നും ഇതെല്ലാം ചെയ്യേണ്ടതാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ പറ്റാതെ വരുമ്പോൾ നാട്ടിൽ നമ്മളെ ആരും കുറ്റം പറയുകയില്ല, ഇവിടെ കുറ്റം പറയുന്നു. അപ്പം നമ്മൾ നീയൊക്കെ ഞങ്ങളെ കുറ്റം പറയാറായോ എന്നുള്ള ആ ഒരു ഇതുണ്ട്. അതാണ്, അല്ലാതെ ഒരു തന്ത വൈബ് എന്ന് പറയുന്ന കാര്യമൊന്നും ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ നിയമം പലതും അനുവദിക്കുന്നുണ്ട്. ഇപ്പൊ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, പലതും ചെയ്യാം. പക്ഷെ ഇത് കാലാന്തരത്തിൽ ഇങ്ങനെ ആൾക്കാർ വരുന്നു, ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇത് എല്ലാവർക്കും പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് ഒരു സാധനം നിരോധിക്കുന്ന സാഹചര്യത്തിലേക്കും പലതിലേക്കും ഒക്കെ പോകും. ഇപ്പൊ പല സ്ഥലങ്ങളും, ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ബ്രാംപ്ടണില് അവിടെ ദീപാവലിക്ക് ഫയർ വർക്ക്സ് ശരിക്കും പറഞ്ഞ് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തുകൊണ്ട്? അതിന്റെ റീസൺ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് വർഷങ്ങളിലെ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ശരിക്കും ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ ഓവർ യൂസേജ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ള നിയമമാണ്. സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം 11-12 കൃത്യം ഓർമ്മയില്ല. ആ സമയത്തിനപ്പുറത്തേക്ക് ഇത് പടക്കം പൊട്ടിക്കാൻ പാടില്ല, ലൗഡ് സ്പീക്കർ വെക്കാൻ പാടില്ല, ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ നാട്ടിൽ നമ്മൾ നിയമമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, നമ്മളൊരു മുന്നറിയിപ്പ് മാത്രമായിട്ടേ കാണുന്നുള്ളൂ. ഇവിടെ പക്ഷേ നിയമമാണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ അങ്ങനെ ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരേണ്ട വന്ന്. അത് ഇന്ത്യൻസ് കൂടുതലുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ എഗെയിൻ ദ ബ്ലെയിം ഈസ് ഓൺ ഇന്ത്യൻസ് ഓൺലി. സോ പക്ഷെ ഇതൊക്കെ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളത്. ഇപ്പൊ ഇവിടുത്തെ ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് പരമാവധി നിയമങ്ങൾ തെറ്റിക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഇവിടുത്തെ ജീവിതം ഇഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ ഓഫ് കോഴ്സ് ഇവരുടെ നിയമത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. ഇന്ത്യൻസ് ഒത്തുകൂടുന്ന പാർക്കുകളിലെല്ലാം നമ്മൾ ചെന്നാൽ കാണാം പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ആയ ഒരുപാട് കാര്യങ്ങൾ അവർ ഡസ്റ്റ്ബിനിൽ പോലും ഇടാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെയും പോയപ്പോഴും പാർക്കിൽ പോയപ്പോഴും കണ്ട കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിയിലൊന്നാണ് ഈ സിഖുകാർ. അപ്പോൾ ഇവരുടെ റീസെൻ്റായിട്ട് ആക്ച്വലി ആ ദിവസം ഏതാന്ന് ഞാൻ മറന്നുപോയി, അവരുടെ ഒരു വലിയൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു വ്ളോഗ് ഒരു വൈറ്റ് ഗൈ പുള്ളി ചെയ്തത് ഞാൻ കണ്ടതാണ്. അപ്പോൾ പുള്ളി ഞാൻ ഈ സാധനം എൻജോയ് ചെയ്യുന്നു, ഇവർ നന്നായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു വ്ളോഗുണ്ട്. അത് വാസ് ഓക്കെ. സെക്കൻഡ് ഡേ പുള്ളിയുടെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. ഇതേ സ്ഥലത്താണ് ഇന്നലെ ഈ പരിപാടി നടന്നത്. ഇവിടെ യാതൊരുവിധ വേസ്റ്റും ഇല്ല. കാരണം പുള്ളി അപ്പോൾ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ഇട്ടു. ഇവരിങ്ങനെ പോകുന്ന ഈ ഗ്യാതറിങ്ങിൻ്റെ പുറകിൽ ഒരു വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് അപ്പോൾ എടുത്ത് ഇങ്ങനെ പോവുകയും അന്ന് വൈകുന്നേരം തന്നെ അവിടെ മൊത്തം ക്ലിയർ ചെയ്യുകയും ചെയ്തു. സോ ഇത് നമ്മളെ കൊണ്ട് പറ്റാത്തതോ നമ്മൾ ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ 100 നല്ല കാര്യം ചെയ്താലും ഇതുപോലെ ഒരു തെറ്റ് വരുമ്പോഴത്തേക്കും എല്ലാം തിരിച്ചടിക്കും. അപ്പോൾ മാക്സിമം നമ്മളത് പഴി കേൾക്കാൻ പിന്നെയും ചന്തുവിൻ്റെ ജീവിതം ബാക്കി. അപ്പോൾ ഇപ്പോൾ ഈ ഗ്യാതറിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗ്യാതറിങ്ങും നമ്മുടെ ഒരു മെയിനായിട്ടുള്ള അത് നമ്മളിപ്പോൾ ഒരു രാജ്യത്തേക്ക് വന്നെന്നും പറഞ്ഞ് നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റി എല്ലാം ഉപേക്ഷിക്കണമെന്നൊന്നും ഒരാവശ്യമില്ല. അതിൻ്റെ പേരിലുള്ള സന്തോഷം ഒഴിവാക്കുക ഒന്നും വേണമെന്നില്ല. പക്ഷേ മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കുക എന്നുള്ള ഒരിതാണ്. ഇപ്പോൾ വൈഡ്ലി നാട്ടിലുള്ളവർ പറയുന്നത് പുറത്ത് പോകുന്നവർ ഇവിടെ വരുന്നത് തന്നെ ഈ നാട്ടിലുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാനാണ് എന്നുള്ള രീതിയിലാണ്. അവർ ഓണം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളവരുടെ ശല്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു നെറേറ്റീവാണുള്ളത്. ശരിക്കും അങ്ങനെയല്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലത് നമ്മുടെ കയ്യിൽ നിന്നില്ല എന്ന് വരും. പക്ഷേ ബ്ലെയിം വരുമ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ 100 കണക്കിന് ഓണപ്പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എത്ര നന്നായിട്ട് നടക്കുന്നതോ പ്രൈവറ്റായിട്ട് നടക്കുന്നതോ ഇതൊന്നും ആരും കാണുകയില്ല. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഇതാകും. സോ അങ്ങനെയും
ബ്ലെയിം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം സെലിബ്രേഷൻസ് ഒക്കെ ഓക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് റെന്റിനെടുത്ത് അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മൾ ക്ലീൻ ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ പോകുന്നു, പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇത് മാറിയിട്ട് നമ്മുടെ ഓപ്പൺ സ്പേസിലേക്ക് ഇറങ്ങുന്നു, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ട്രാഫിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവിടെയാണ് ഈ പ്രോബ്ലം കിടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരാൾ പറഞ്ഞോ എവിടെയോ വായിച്ചത് പെട്ടെന്ന് ഞാൻ ഓർത്താണ്. പെരുമ്പാവൂര് നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇപ്പോൾ അവരുടെ ഒരു പരിപാടിയാണെന്നും പറഞ്ഞ് റോഡ് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് പറ്റുമോ? നമുക്ക് തീരെ പറ്റുകയില്ല. അല്ല, പെരുമ്പാവൂർ വേറെ പ്രശ്നമുണ്ട്. രാവിലെ ഒരു 6-7 മണി സമയത്ത് പോയി നോക്കി, ഒരു സെലിബ്രേഷന്റെ മൂഡാണ് രാവിലെ ആ സ്ഥലത്ത്. ആ സമയത്ത് അവരുടെ പെരുമാറ്റം, അവരുടെ ചായ കുടി, അവരുടെ ഫുഡ്, അവരുടെ ഫുഡ് സ്റ്റോളുകൾ, ഇതിങ്ങനെ നമുക്ക് വഴിയെ പോകാൻ പറ്റില്ല. ട്രാഫിക്കും എല്ലാം ആൾക്കാരിങ്ങനെ നിൽക്കുക, വഴി നിറച്ച ആൾ നിൽക്കുക, ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാകുന്നു, അതുപോലെ നമ്മൾ അവർ മര്യാദയ്ക്ക് ഇരിക്കുന്നിടത്തോളം നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇവന്മാർ റോഡ് ബ്ലോക്ക് ചെയ്യുകയും ബഹളം വയ്ക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഉള്ളൂ നമ്മളും മറ്റൊരിടത്ത് ചെയ്ത് ബുദ്ധിമുട്ടാകാതിരിക്കുക. ഗ്യാതറിങ്സിൻ്റെ പേരിലാണെങ്കിലും അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഏത് രീതിയിലുള്ള സോഷ്യൽ ഇടപെടലുകളിലും അങ്ങനത്തെ ഉണ്ടാകാതിരിക്കുക. പക്ഷേ ഈ അയർലൻഡിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ്. അതായത് അവിടെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പം നമ്മുടേതായിട്ടുള്ള ഗ്യാതറിങ്സിൻ്റെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുൻപ് സെയിൻറ്റ് പാട്രിക്സ് ഡേക്കൊക്കെ ഇതൊക്കെ നടക്കുന്ന നമ്മുടെ ടാബ്ലോ ഒക്കെ നടക്കുന്ന ഇതിൽ മലയാളികളുടെ ഇത് നടക്കുകയും അതിനെയൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ഗ്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇമിഗ്രൻസിനെ ബുദ്ധിമുട്ടുള്ളവർ കൈ കിട്ടുന്നവനെ എടുത്തങ്ങ് ടാർഗറ്റ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി അടി കിട്ടുന്നതെല്ലാം മലയാളികൾക്കായി പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. നമ്മളിപ്പം അത് തൊഴിലാളികൾ നമ്മൾ പിടിച്ചടിച്ചാൽ ശരിയല്ലല്ലോ, നമ്മളിപ്പോൾ എത്ര ന്യായം പറഞ്ഞെന്ന് പറഞ്ഞാലും. അതുപോലെ തന്നെ നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ റൈറ്റിന്റെ എല്ലാ പ്രൊട്ടക്ഷനും നമുക്കുണ്ട്. അവിടുത്തെ സിറ്റിസൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മളെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മാൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു റൈറ്റ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഇല്ല. അതിൻ്റെ പേരിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്കും ഇനി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒക്കെ അത് ഏതെങ്കിലും ഒരു രീതിയിൽ പ്രശ്നങ്ങളായി മാറുകയാണ്. സോ തടയാൻ പറ്റാത്തത് തടയാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മളായിട്ട് ചെയ്യാതിരിക്കുക, അതൊക്കെ യുക്തിക്കനുസരിച്ച് തീരുമാനിക്കുക. മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും പാടില്ല. അതെ.